എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി മീനില്ലാതെ മീൻകറിയുടെ അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചുകറിയാണ്. ലോക്ക്ഡൗണും മഴക്കാലവും ഒക്കെ ആകുമ്പോൾ മീനൊന്നും കിട്ടിയില്ലെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഈ ഒരു ഗ്രേവി മാത്രം ഉണ്ടെങ്കിലും നമുക്ക് ചോറൊക്കെ കഴിക്കാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു കറി തയ്യാറാക്കിയെടുക്കുന്നത് മൺചട്ടിയിലാണ്. ഏത് പോട്ടിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നോൺ സ്റ്റിക്കിലോ അല്ലാത്തതിലോ ചെയ്യാം. മൺചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ചട്ടി ഒന്ന് ചൂടാവുന്ന സമയത്ത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. കയ്പ്പുണ്ടാവും. 1/4 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വരണം. ഉലുവ ഒന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 2 ഇഞ്ച് കനത്തിൽ ഇഞ്ചി, ഒരു 2-3 പച്ചമുളക് ചേർക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒന്നങ്ങ് ചതച്ചെടുക്കുക. വെളിച്ചെണ്ണയിലിട്ട് നല്ലതുപോലെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 20 അല്ലി ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഇല്ലാത്തവരാണെങ്കിൽ സവാള ചേർത്താൽ മതി. ഒരു 2 സവാള ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നതാവും നല്ലത്. സവാളയായാലും ഉള്ളിയായാലും നല്ലതുപോലെ വഴണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം. ഉള്ളി ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഉള്ളി നന്നായി വഴണ്ട് റെഡിയായി വരുമ്പോൾ അതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയും വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. തക്കാളിയും നല്ലതുപോലെ ഉടഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റിന് ശേഷം നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും ചെറിയ തീയിലാക്കിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നല്ല എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സമയത്ത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്താൽ എരിവ് കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ട് എരിവുള്ള പൊടിയാണ് ഇടുന്നതെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. ഞാനിവിടെ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്തത്. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തത്. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ്. ഒരു പിഞ്ച് ചേർക്കാൻ പാടുള്ളൂ. ഉലുവ നമ്മൾ നേരത്തെ ചേർത്തുകൊണ്ട് ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. പൊടികളുടെ പച്ചമണം എല്ലാം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി റോസ്റ്റാക്കി എടുക്കാം. ഈ ഒരു സമയത്ത് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇട്ട് വയ്ക്കാം. ഒരുപാട് പുളി ആവശ്യമില്ല. മീനില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ണങ്ങളിലേക്കൊന്നും പുളി പിടിക്കാനില്ല. അതുകൊണ്ട് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. വാളംപുളി കൂടാതെ ഒരു ചെറിയൊരു കഷ്ണം കൊടംപുളി കൂടി എടുക്കണം. കൊടംപുളിയുടെ ഒരു മണം വരുമ്പോഴാണ് ആ ഒരു മീൻകറിയുടെ ഒരു മണമെല്ലാം വരുന്നത്. കഷ്ണം ഇല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം മാത്രം കേട്ടോ. ഒരു വളരെ കുഞ്ഞു കഷ്ണം പുളി കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പൊടികളുടെ പച്ചമണം എല്ലാം മാറി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലപോലെ പച്ചമണം മാറിയതിന് ശേഷം നല്ലപോലെ മിക്സായ മസാലയിലേക്ക് നേരത്തെ എടുത്തു വെച്ച പുളി നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വാളംപുളിയും കൊടംപുളിയും ഇതേ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. കൊടംപുളി കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം.
വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്തതിന് ശേഷം ഒന്നങ്ങ് തിളപ്പിക്കുക. കുറച്ച് നേരം തിളച്ചതിന് ശേഷം മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതും ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഏകദേശം ഒരു 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷമാണ് 1 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കോവയ്ക്ക, കായ, മുരിങ്ങക്കായ, ക്യാരറ്റ് അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള ഏതെങ്കിലും ഒരു കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റും അതുപോലെ ഒരു ചെറിയ കഷ്ണം മുരിങ്ങക്കായാണ് ചേർക്കുന്നത്. ഒരു ചെറിയ ക്യാരറ്റുമാണ്. ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. അതുപോലെ ഇന്ന കഷ്ണങ്ങൾ ചേർക്കണം എന്നൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കഷ്ണം ഉണ്ടെങ്കിൽ ചേർക്കുക. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു പച്ചക്കറി ഇല്ലാതെ ഈ കറി നല്ല ടേസ്റ്റിൽ വെക്കാൻ പറ്റും. അതിന് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് നേരം ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. നല്ലതുപോലെ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. വളരെ കുറച്ച് തേങ്ങ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, തേങ്ങ എടുക്കുമ്പോൾ കുറച്ച് മൂത്ത തേങ്ങ, വിളഞ്ഞ തേങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും നമ്മൾ ഇതുപോലെ വറുത്തെടുത്ത് ഇടുന്നതിനൊക്കെ വിളഞ്ഞ തേങ്ങ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ ആ ഒരു വെളിച്ചെണ്ണയൊക്കെ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് തെളിഞ്ഞ് വരും. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ വറുത്തെടുക്കുമ്പോഴേക്കും ഇതിൻ്റെ കളറെല്ലാം മാറി ഒരു ബ്രൗൺ കളറായി തുടങ്ങും. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ തീ അങ്ങ് കുറച്ച് വയ്ക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം കരിഞ്ഞു പോവാതെ പിന്നെ വറുത്തെടുക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി ഒന്ന് വറുത്തെടുക്കുക. അപ്പോഴേക്കും മുഴുവൻ തേങ്ങയും നല്ലതുപോലെ വറുത്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇതേ പാത്രത്തിൽ തന്നെ വെച്ചാൽ ഈ ഒരു പാത്രത്തിൻ്റെ അടിയിൽ ചൂടുകൊണ്ട് അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും വെള്ളമില്ലാതെ ഒന്ന് അരച്ചെടുക്കാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിട്ട കഷ്ണങ്ങളും വെന്ത് വന്നിട്ടുണ്ട്. മുരിങ്ങാക്കായ്ക്കൊന്നും ഒരുപാട് വേവില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. തേങ്ങ അരയ്ക്കും തോറും ആ ഒരു എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഏകദേശം ഇതുപോലെയാണ് ഉണ്ടാവുക. ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു കളറും മാറും, അതുപോലെ തന്നെ ആ ഒരു ടെക്സ്ചറും ആ ഒരു ടേസ്റ്റും മണവും ഒക്കെ മാറിക്കിട്ടും കേട്ടോ. അടിപൊളി ഒരു മീൻകറിയുടെ അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഒരിക്കലെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് നേരം ഒന്നും ഇനി വെക്കണ്ട. നിങ്ങൾക്കിനി ഇത്രയും ചാറ് വേണ്ട, കുറച്ചുകൂടി ചാറ് വറ്റിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അങ്ങ് വെച്ച് വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല രുചിയാണ്. ചോറിന് കൂട്ടി കഴിക്കാൻ ഒരു അസൽ കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ മീനൊന്നും കിട്ടിയില്ലെങ്കിലും വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം തീ അങ്ങ് ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കുക. പിന്നെ എപ്പോഴും സാധാരണ നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കുന്നതാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കറിയും. വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുക അല്ലെങ്കിൽ രാവിലെ വെച്ചിട്ട് വൈകുന്നേരം എടുക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. എന്തായാലും ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ റെക്കമെൻഡ് ചെയ്യുക.
ഞാൻ ഈ ഒരു കറി ഒരു രാത്രി വെച്ചിട്ട് പിറ്റേന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോറിന് കൂട്ടി കഴിക്കാനായിട്ട്. അതുപോലെ ആ ഒരു ടെക്സ്ചറൊക്കെ മാറി അസലൊരു മീൻ കറിയുടെ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്രേവിയിലിട്ട് മീനും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്